നമസ്കാരം. മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം. തിരൂരങ്ങാടി നഗരസഭയിൽ തീവെട്ടിക്കൊള്ള നടക്കുന്നു എന്നാരോപിച്ച് CPM നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഓഫീസ് കവാടം ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തിരൂരങ്ങാടി CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് മിന്നൽ പ്രതിഷേധം നടത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ യോഗത്തിൽ വന്ന 4 അജണ്ടകൾ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് നഗരസഭയിൽ നടക്കുന്ന ക്രമക്കേട് വ്യക്തമായത് എന്ന് CPM പറയുന്നു. അക്രഡിറ്റഡ് ഏജൻസിയിൽ നിന്നും നിയമാനുസൃതമായി ലഭിച്ച നിലവിലെ ടെൻഡർ റദ്ദാക്കാനും റിവിഷനിൽ പരസ്യ ടെൻഡർ നൽകാനുമാണ് സെക്രട്ടറിയുടെയും ഇടതുപക്ഷ കൗൺസിലർമാരുടെയും വിയോജിപ്പോടെ യോഗം തീരുമാനമെടുത്തത്. അക്രഡിറ്റഡ് ഏജൻസികളെ ഒഴിവാക്കി മുസ്ലിം ലീഗ് ഭരണസമിതിക്ക് താൽപര്യമുള്ള ഒരു ഏജൻസിക്കാണ് സ്ഥിരമായി ടെൻഡർ നൽകുന്നതെന്ന വിവരവും ഇതോടെ പുറത്തായി. ഇതോടെയാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഓഫീസ് കവാടത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം MP ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം K രാംദാസ് മാഷ് അധ്യക്ഷത വഹിച്ചു. കമറുദ്ദീൻ കക്കാട്, കൗൺസിലർ CM അലി, EP മനോജ്, KT ദാസൻ, TP ബാലസുബ്രഹ്മണ്യൻ, M റഫീഖ്, AT മാജിദ എന്നിവർ സംസാരിച്ചു. ഇന്ന് CPMന്റെ നേതൃത്വത്തിൽ നടന്ന മിന്നൽ പ്രതിഷേധത്തിന്റെ കുറച്ചു കാഴ്ചകൾ മലപ്പുറം സ്റ്റോറീസിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പാവപ്പെട്ട ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കും. അഴിമതിക്കാരെ ഭരണക്കാരെ രാജിവെച്ച് പുറത്തു പോകും. മുസ്ലിം ലീഗിൻ നേതാവ് വെള്ളപുതക്കും ബേക്കോലം ലക്ഷക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തും നേതാവ്. നിർത്തു നിങ്ങളുടെ തോന്നിയാസം. 2011-16 കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ 16 കാലഘട്ടത്തിലെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ സതീശൻ അന്ന് UDFന്റെ തന്നെ ML ആയിരിക്കുമ്പോ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇത് അവസാനത്തെ വെട്ടാണ്, കടുംവെട്ടാണ്, കൊള്ളക്കൂട്ടങ്ങളാണെന്ന്. ഇപ്പോഴും ഇതെല്ലാം സാമൂഹ്യ മാധ്യമത്തിലുണ്ട്, പരിശോധിച്ചാൽ അറിയാം. ഞങ്ങൾ പറഞ്ഞതല്ല, പറഞ്ഞത് സാക്ഷാൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതേ സാധനമാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ എടുത്ത് പ്രയോഗിക്കാനുള്ളത്. വെറും 15 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ ഇറങ്ങിപ്പോകാൻ, ഇപ്പോഴത്തെ ഭരണകൂടത്തിന്. ആ ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോ നിങ്ങൾ ചെയ്യുന്നത് അവസാനത്തെ വെട്ട്, കടും വെട്ട്, കടും കൊള്ളക്കൂട്ടങ്ങളാണ് ഈ നഗരസഭയുടെ ഉള്ളിലിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സമരം നിങ്ങൾ സൂചന മാത്രമായി കണ്ടാൽ മതി. ഞങ്ങൾക്ക് പല രൂപത്തിലും സമരം ചെയ്യാൻ അറിയാം. മര്യാദയുടെ എല്ലാ സീമയും ഞങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ഗേറ്റിന് മുന്നിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഒരു മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു നേതാവ് വന്ന് ഒന്ന് ആക്രോശിച്ചു നോക്കി, എന്താ പോലീസിന് പണി തടഞ്ഞൂടേന്ന്.
പോലീസ് എല്ലാ പട്ടാളം വന്നാലും ഞങ്ങൾ ഇതിന്റെ അങ്ങേപ്പുറത്തേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചാൽ ഞങ്ങൾ പോകും. ഇപ്പൊ ഞങ്ങൾ ഈ അതിർത്തിയിലേ നിർത്തുള്ളൂ. ഇവിടെ ഞങ്ങളെ ഒന്ന് തടുക്കാനും ഞങ്ങളൊന്ന് ആട്ടിപ്പായിക്കാനും അത്ര ചങ്കുറ്റുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗാരുണ്ടോ? വെല്ലുവിളിക്കാ ഞങ്ങള് ഉണ്ടെങ്കിൽ വാ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ പറയട്ടെ എന്താ ഞങ്ങളുടെ സമരത്തിന് അടിസ്ഥാനമായ കാരണം. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൗൺസിലിൽ പാസ്സാക്കിയ ഗവൺമെന്റ് ഏജൻസി അക്രഡിറ്റിൽ വന്നിട്ടുള്ള അങ്ങനെ ടെൻഡർ എടുത്ത് അവർക്ക് ടെൻഡർ കൊടുത്ത് അവര് ജോലി ആരംഭിക്കാൻ തുടങ്ങിയ ആ സംഗതി, ആ വർക്കുകൾ നിങ്ങൾ എതിർക്കുക. ഇപ്പൊ ഇന്നലെ വിളിച്ച കൗൺസിലില് ഇന്നലെ കൗൺസിലിൽ എതിർക്കുമ്പോ നിങ്ങൾ ഇവിടെ ഭരിക്കുന്ന ഒരു ചെയർമാൻ ഉണ്ടല്ലോ, ആ ചെയർമാനെങ്കിലും അറിയണ്ടേ നിങ്ങൾ ഇങ്ങനെ അജണ്ടയിൽ പെടാത്ത ഒരു അജണ്ട കൊണ്ടുവരും. എല്ലാവരും പറയുന്നത് പോലെ ഇന്നത് തെളിവടക്കം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ സമരം നടക്കുന്നത്. നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് ഈ ഭരണ സ്വാധീനം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റുമോ അതിൽ ഗവേഷണം നടത്തിക്കൊണ്ട് അവർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു പണി മാത്രമാണ് തിരൂരങ്ങാടി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തിരൂരങ്ങാടി പ്രാദേശികമായി തെരുവിളക്ക് സ്ഥാപിക്കുന്നതിൽ, ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നതിൽ മാനദണ്ഡം മറികടന്ന് ഗവൺമെന്റിന്റെ മാനദണ്ഡം ഈ സന്ദർഭത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നല്ലോ, ഈ നാടിന്റെ ശാപം ഇതുപോലത്തെ ആളുകൾ വെള്ളാനകൾ ഇതിനുള്ളിലേക്ക് കയറി വരും, അവർ ഭരിക്കും. നിലവിലൊരു ചെയർമാനുണ്ട്, ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. നിലവിലെ ചെയർമാനോട് ഞങ്ങൾക്ക് അതിയായ ബഹുമാനമുണ്ട്. എന്താ കാരണം? നന്നായി ഭരിക്കണമെന്ന് ഉദ്ദേശിച്ച് കയറിയതാ അദ്ദേഹം. ഭരിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങളെ കൊള്ളക്ക് കൂട്ടു നിൽക്കാൻ അദ്ദേഹം തയ്യാറുമായില്ല. അപ്പൊ അയാളെ പുറത്തു നിർത്തി, ആ ചെയർമാനെ പുറത്തു നിർത്തി കൊള്ളക്കാരായ കൊള്ളക്കൂട്ടങ്ങളാണ് ഈ 5 വർഷം ഇത് ഭരിച്ചത്. അവസാനം പാസാക്കിയ കൗൺസിൽ പാസാക്കി അംഗീകരിച്ച ഏജൻസിക്ക് വിട്ടുകൊടുത്തതിനെ ആ ടെൻഡർ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വേറെ ടെൻഡർ വെക്കാന്നതിന് വേണ്ടിയിട്ട് ഇപ്പോ ഈ മുനിസിപ്പാലിറ്റി സെക്രട്ടറി അല്ലേ വിയോജന കുറിപ്പ് എഴുതിയത്? ആ സെക്രട്ടറി അല്ലേ ഗവൺമെന്റിന് പരാതി അയക്കുന്നത്? ഇതിനുള്ളിൽ ഉണ്ടായ സംഭവമല്ലേ കേട്ടു നിൽക്കുന്ന പോലീസുകാരും ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചുകാരും അറിയണം. ഇതിനുള്ളിൽ നിന്നാണ് കൊള്ള. ഞങ്ങൾ വ്യക്തമായി പറയുന്നത് കൊള്ളയാണ്. ആ കൊള്ളക്കെതിരെയാണ് ഈ സമരം. ഇതൊരു സൂചന മാത്രമായി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളെ വെറും സമരത്തെ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി സമരം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കും. ഞങ്ങൾ പൊളിച്ച് തകർക്കും. ഞങ്ങൾ ആ രൂപത്തിൽ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് കൗണ്ടർ അടക്കം അടിച്ച് പൊളിച്ചിട്ട് പോകണം. ആ രീതിയിലേക്ക് ഞങ്ങൾ കടക്കാത്തത് ഇതൊരു ടോക്കൺ സ്ട്രൈക്ക് ആയതുകൊണ്ട്. ഇതിന്മേൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ആ മുദ്രാവാക്യം ഞങ്ങൾ പ്രാവർത്തികമാക്കും. ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. നികുതി പണം കൊടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം, അല്ലാതെ CPM-ന് വേണ്ടിയിട്ടുള്ള സമരമല്ലത്. ഇവിടെ നികുതി പണം അടയ്ക്കുന്ന പല രൂപത്തിലും പണം അടയ്ക്കുന്ന എല്ലാ ജനങ്ങൾക്കും, തിരുരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ സമരം. അതുകൊണ്ട് ആ സമരം ഒന്നും കൂടി തീക്ഷ്ണമാക്കുക അല്ലാതെ യാതൊരു അംശം വേണ്ട, 1 ഇഞ്ച് പുറകോട്ട് പോവില്ല. ഇന്നലെ രാത്രി ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇന്ന് തന്നെ പ്രതികരിക്കണം തീരുമാനിച്ചത് കൊണ്ടാണ് കുറച്ചെങ്കിലും ആൾ കുറഞ്ഞത്. കാര്യം പറയാം, അപ്പോഴേക്കും എല്ലാവരും പണിക്ക് പോകണതൊക്കെ അറിയും. അടുത്ത ഘട്ടം ഇങ്ങനെ ആവില്ല. എനിക്ക് ആളുകളെ ക്രോഡീകരിച്ചുകൊണ്ടാവും വരിക. അപ്പം ഈ പോലീസും മതിയാവില്ല, യാതൊരു അംശം വേണ്ട, ഈ പോലീസും മതിയാവില്ല. രണ്ടും കൽപ്പിച്ചുള്ളൊരു ഇറക്കാവും ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം, ഇവിടുത്തെ ഭാരവാഹികളും ഒക്കെ മനസ്സിലാക്കണം. അവിടെ ഒരാളെയും കൂസാതെ ആയിരിക്കും ഇനി വരിക. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇറക്കാണ്. ആ ഇറക്കം ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോകും, യാതൊരു സംശയമില്ല. എല്ലാ സമരസഹാക്കൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇനിയും തുടരും എന്നുള്ള നടത്തുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ വരുന്ന വാർത്ത വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള ആരോപണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോളാർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ജനറേറ്റർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ജനറേറ്റർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട്, ഇൻവെർട്ടർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ രൂപത്തിലുള്ള കൊള്ള ഈ മുനിസിപ്പാലിറ്റി ഭരണസമിതി ടെൻഡറിനെ മറികടന്ന്, മാനദണ്ഡങ്ങളെല്ലാം പാലിക്കാതെ ടെൻഡറിനെ മറികടന്ന് വേറൊരു ടെൻഡറിലേക്ക് രൂപത്തിലേക്കുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ
ജനപ്രതിനിധികളും കൂട്ടി യോജിപ്പിക്കൊണ്ടുള്ള ഒരു പങ്കാളിത്ത കൂട്ടിക്കൊച്ചലം എന്നുള്ള രൂപത്തിലേക്ക് ഈ മുനിസിപ്പാലിറ്റി ഭരണം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ തീർച്ചയായും ഈ സമരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സൂചന സമരം മാത്രമാണ്. ഇനിയും നിങ്ങളിത് കണ്ടുപിടിച്ചില്ലെങ്കിൽ സമരത്തിന്റെ വലിയ രൂപത്തിലേക്കുള്ള ശക്തിയുള്ള പ്രകടനമായിക്കിട്ട് ഇങ്ങോട്ട് വരും എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻവേർട്ടറിന്റെ ബാറ്ററികൾ സംഘടിപ്പിക്കൽ, ഈ 3 പദ്ധതികൾ ഗവൺമെന്റ് അക്രഡിറ്റ് ഏജൻസികൾ ടെൻഡറിലൂടെ മത്സരാടിസ്ഥാനത്തിൽ പിടിച്ചെടുത്തതാണ്. ഇത് കഴിഞ്ഞതിന് മുമ്പുള്ള കൗൺസിൽ തീരുമാനപ്രകാരമാണ് ഈ അക്രഡിറ്റ് ഏജൻസികൾക്ക് ഈ പദ്ധതികൾ ടെൻഡറിലൂടെ അനുവദിച്ചു കൊടുത്തത്. ഈ അനുവദിച്ചു കൊടുത്ത ഈ പദ്ധതി പ്രകാരം ഈ ഏജൻസികളെ ഈ കാലയളവിനുള്ളിൽ ഈ പദ്ധതി നിർവഹിക്കണം എന്നിരിക്കെ ഈ പദ്ധതി ക്യാൻസലാക്കാൻ വേണ്ടി ഇന്നലത്തെ കൗൺസിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയാണ്. ഈ പദ്ധതികൾ ഈ ഏജൻസികളിൽ നിന്നും എടുത്ത് സ്വകാര്യ കമ്പനികൾക്ക് ഓപ്പൺ ടെൻഡറിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് ഈ പദ്ധതി കൊടുക്കണമെന്ന്. ഈ സ്വകാര്യ കമ്പനികൾ ആരൊക്കെയാണ്? ഈ ഭരണസമിതിയുടെ ആളുകൾ. ഈ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന പുറത്തുനിന്നും ഉള്ളുന്നുമായിട്ട് ഈ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന ഒരു കറക്ക് കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക് ഈ ടെൻഡറിലെ അംഗങ്ങളാകാൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ പദ്ധതികളൊന്നും കിട്ടില്ല. അപ്പോൾ അവർ അഡീഷണൽ, ഇന്നലത്തെ കൗൺസിലിൽ അജണ്ട അല്ല, അജണ്ടയ്ക്ക് പുറമെ അഡീഷണൽ അജണ്ട എടുത്തുകൊണ്ടുവന്ന് ഈ പദ്ധതികളെ മനയിപ്പിക്കുകയാണ് ചെയ്തത്. ഇതുപോലത്തെ പല പദ്ധതികളും ജനോപകാരമായ കാര്യങ്ങൾ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ ഭരണസമിതി 5 വർഷം പൂർത്തിയാക്കാൻ കഴിയാണ്. നമ്മൾ ഈ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പരിപാടിയും ഒരു പദ്ധതിയും ഈ ഭരണസമിതി കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ദിവസം ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന ഇടമാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി. ആ താലൂക്ക് ആശുപത്രിക്ക് ആശ്വാസകരമായ 1-2 സംഗതികളെങ്കിലും ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഈ പദ്ധതിക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുത്തത്. പക്ഷേ അതിൽ നിന്ന് പോലും അഴിമതിയുടെ അതിൽ നിന്ന് പോലും കിട്ടുമോ എന്നുള്ള ഒരു വിശകലനമാണ്. കക്കൽ എങ്ങനെ എന്നുള്ളത് PhD എടുത്ത കുറേ ആളുകൾ ഈ 5 വർഷം തേക്കാൻ പോകുന്നു. അതിൽ നിന്ന് ഈ പാവങ്ങളെ രക്ഷിക്കാൻ ഇനിയെങ്കിലും ഈ നമ്മളെ തിരുരങ്ങാടി നഗരസഭയിലെ ഉത്ഭുതരായ ജനങ്ങൾ ചിന്തിക്കേണ്ടത് ഈ തുടർച്ച ഇനി ഉണ്ടാകാൻ പാടില്ല. തിരുരങ്ങാടി നഗരസഭ മാറി ചിന്തിക്കണം. പുതിയ ആശയങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ വരണം. അതിന് ഈ ഒരു അവസരം തിരുരങ്ങാടി നഗരസഭയിലെ ഉത്ഭുതരായ ജനങ്ങൾ നല്ല നിലയിൽ നിറവേറ്റണമെന്നാണ് ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ പരിപാടിക്ക് ജനകീയ സമരങ്ങൾ അഴിമതി മാത്രം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അവസരമെടുക്കും രാജിവെച്ചു പുറത്തു CPIM സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ?